കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തലസ്ഥാനത്തെ എംപിയുമായ ശശി തരൂരിന്റെ മോദി സ്തുതിയിലും പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിലുമുള്ള പുകഴ്ത്തലിലും കോൺഗ്രസിൽ ഇപ്പോൾ അതൃപ്തി പുകയുകയാണ്. ഇത് സംബന്ധിച്ച് തരൂർ എഴുതിയ ലേഖനമാണ് വിവാദമായിരിക്കുന്നത്. മുൻപ് നിരവധി തവണ തരൂരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഒരു വിഭാഗം നേതാക്കൾ ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന് പരാതി നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം സംബന്ധിച്ച് നിരന്തര ആക്ഷേപങ്ങൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉയർത്തുന്നതിനിടെയാണ് തരൂരിന്റെ പുകഴ്ത്തലെന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ പുകഴ്ത്തിയുള്ള ലേഖനത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും കേരളത്തിലെ ഭരണത്തെ നഖശിഖാന്തം എതിർക്കുകയും ജനങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച കാര്യങ്ങളിൽ പോലും രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് വിമർശിക്കുകയും ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് എംപിയുടെ തന്നെ പുകഴ്ത്തലിൽ കേരളത്തിലെ നേതാക്കൾക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ തരൂരിനെതിരെ വിമർശനവുമായി കെ മുരളീധരനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ തരൂർ കേരള സർക്കാരിനെ അഭിനന്ദിച്ചതുമായോ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക പദ്ധതികളെടുത്ത് വിമർശിക്കാനോ മുരളീധരൻ തയ്യാറായില്ല. തരൂരിന്റെ പ്രസ്താവന സംബന്ധിച്ച് ദേശീയ നേതൃത്വം മറുപടി പറയണം എന്നായിരുന്നു മുരളീധരന്റെ പ്രധാന ആവശ്യം. തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടല്ല എന്നും മുരളീധരൻ പറയുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നിലപാടല്ല തരൂരിൻ്റേത് എന്നും മുരളീധരൻ പറയുന്നുണ്ട്. ആരെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തിക്കഴിഞ്ഞാൽ അവരെല്ലാം തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുക കോൺഗ്രസ് നയമാണോ എന്ന് പറയുക കൂടിയാണ് മുരളീധരന്റെ ഈ വാക്കുകൾ. ഇടതുപക്ഷ സർക്കാരിനെ ഏത് വിധനെയും വിമർശിച്ച് രാഷ്ട്രീയ നേട്ടമോ തെരഞ്ഞെടുപ്പിൽ നേട്ടമോ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് UDF ലക്ഷ്യമെന്നും മുരളീധരന്റെ വാക്കുകൾ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് വിമർശനങ്ങൾ വരുന്നുണ്ട്. തരൂർ ദേശീയ നേതാവും വിശ്വപുരുഷനുമാണ്. ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിൽ തരൂരിന്റെ പ്രസ്താവനയെ വിലയിരുത്താൻ ഇല്ല എന്നും മുരളീധരൻ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ വ്യവസായ മേഖലയിൽ മുരടിപ്പായിരുന്നു എന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം വന്നത്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള തമ്മിൽ തല്ലലുകൾ ഒരു വശത്ത് അധികം വടംവലിയായി തുടരുകയും UDFിനകത്ത് തന്നെ അവസാനിക്കാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യപ്പെടുമ്പോഴാണ് ഇടതുപക്ഷ വികസനത്തെ കോൺഗ്രസ് തന്നെ പ്രശംസിക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. ചുരുക്കത്തിൽ വരും ദിവസങ്ങളിലും തരൂരിന്റെ ലേഖനം സംബന്ധിച്ച കോൺഗ്രസ് വ്യാഖ്യാനങ്ങൾക്ക് ചൂട് കൂടാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ജയറാം രമേശ് രംഗത്ത് വന്നിരുന്നു. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തെക്കുറിച്ചും ശശി തരൂർ MP നടത്തിയ അഭിപ്രായത്തെ പരോക്ഷമായി തള്ളിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ കടന്നുവരവ്. വ്യക്തിയുടെ അഭിപ്രായം പാർട്ടിയുടേതല്ല എന്ന് പാർട്ടി വക്താവായ ജയറാം രമേശ് പറയുന്നുണ്ട്. ഏത് വിഷയത്തിലും പാർട്ടിയുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുകയാണ്. എന്നാൽ താൻ പറഞ്ഞതിൽ രാഷ്ട്രീയമില്ല എന്നും വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കണമെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. താൻ എഴുതിയ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇന്റർനെറ്റിൽ നിന്നും അടക്കം ലഭിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായത്തെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വ്യാവസായിക മേഖലയിലെ കേരളത്തിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് എന്ന തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് കോൺഗ്രസ് MP തരൂർ ആവർത്തിച്ച് പറയുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാനും മോശം കാര്യങ്ങൾ ചെയ്താൽ അതിനെ വിമർശിക്കാനുമാണ് തന്റെ രീതിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിന്റെ വികസനത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കണമെന്നും 2 വർഷമായുള്ള കേരളത്തിന്റെ വികസനം കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്നും തരൂർ പറയുന്നുണ്ട്. വസ്തുതയുടെ അടിസ്ഥാനത്തിലും രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടും തീയതികളും അക്കങ്ങളും ഉൾപ്പെടെയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. ഗ്ലോബൽ സ്റ്റാർട്ട് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ കണ്ടത്. സർക്കാരിൽ നിന്നുള്ള വിവരമല്ല, റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും സ്റ്റാർട്ടപ്പുകളുടെ വാല്യുവേഷൻ നോക്കിയിട്ടും തിരുവനന്തപുരത്ത് നടന്ന ഹഡിൽ ഗ്ലോബിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് താൻ ലേഖനം എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഗൗരവത്തോടെയാണ് കാണുന്നതെങ്കിൽ ചില കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. കേരളീയർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വികസനം കാണണം. എങ്കിൽ നമ്മൾ എല്ലാത്തിലും ഒരുപോലെ ചിന്തിച്ച് മുന്നോട്ട് പോകണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് താൻ മാനിഫെസ്റ്റോ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപവും സ്റ്റാർട്ടപ്പുകളുടെ സംരംഭകത്വവും ആവശ്യമാണെന്നാണ് പറഞ്ഞത്. LDF സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ അക്കാലത്ത് വിചാരിച്ചത്. 2 വർഷം മുൻപ് വരെ വികസനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്തായിരുന്ന കേരളം അതിൽ നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയതിനാൽ അത് അംഗീകരിക്കണമെന്നും തരൂർ പറയുന്നുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ വിവാദമായ വാക്കുകൾ. എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തരൂരിന്റെ വാക്കുകൾ വലിയ തരത്തിലുള്ള പ്രസക്തിയാവുകയാണ്. കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പുകച്ചിലുകൾ വരികയാണ്. എന്നാൽ അതേസമയം തന്നെ ദേശീയ നേതൃത്വം തരൂരിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്.